നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് ഒരു മുസ്ലിം സംഘം ഹിന്ദു പെൺകുട്ടികളെ വേട്ടയാടുന്ന സംഭവം അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഈ ലവ് ജിഹാദ് കേസിൽ ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യപ്രതിയായ ഫർഹാൻ വിദ്യാർത്ഥിനികളുടെ വീഡിയോകൾ പോൺ സൈറ്റുകൾക്ക് വിൽക്കാൻ പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. ഇതിന്റെ തെളിവുകൾ അയാളുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. തന്നെ അവഗണിക്കാൻ തുടങ്ങിയ ഒരു വിദ്യാർത്ഥിനിയെ ഒരു പാഠം പഠിപ്പിക്കാൻ ഫർഹാൻ ഈ ഗൂഢാലോചന നടത്തിയത്. ഫർഹാന് തന്റെ സുഹൃത്തുക്കളും സഹപ്രതികളുമായ അബ്രാൻ, നബീൽ എന്നിവരിൽ നിന്നാണ് വീഡിയോ പോൺ വെബ്സൈറ്റുകളിൽ വിൽക്കാനുള്ള ആശയം ലഭിച്ചത്. ഇൻഡോറിൽ താമസിക്കുന്ന വിദ്യാർത്ഥിനിയുടെ വീട്ടിലും പോയി ഇയാൾ ബഹളം വെച്ചിരുന്നു. എന്നാൽ വിദ്യാർത്ഥിനി ഇയാളെ കാണാൻ സമ്മതിച്ചില്ല. ഫർഹാൻ ഒരു പോൺ സൈറ്റുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇരയായ പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോകൾ ആ സൈറ്റുകളിൽ വിൽക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഒരു പോൺ സൈറ്റിൽ വീഡിയോ വിൽക്കുന്നതിനുള്ള ലിങ്കും അശ്ലീലം തിരയുന്നതിന്റെ തെളിവുകളും അയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ സഹപ്രതികളായ അബ്രാറും നബീലും അയാളെ സഹായിച്ചിരുന്നു. പോൺ സൈറ്റുകളിൽ വീഡിയോകൾ എങ്ങനെ വിൽക്കാമെന്ന് ഇരുവരും ഫർഹാനെ പഠിപ്പിച്ചു. പ്രതികളായ അബ്രാനും നബീലും കേസിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പഠനത്തിന്റെ പേരിലും ചിലപ്പോൾ പാർട്ടിയുടെ പേരിലും പ്രതികൾ പെൺകുട്ടികളെ മുറിയിലേക്ക് വിളിക്കാറുണ്ടായിരുന്നു. മുറിയിലെ രഹസ്യ സ്ഥലങ്ങളിൽ മൊബൈൽ ക്യാമറകൾ ഇതിനകം തന്നെ സ്ഥാപിച്ചിരുന്നു. പാർട്ടിയുടെ പേരിൽ ഉച്ചത്തിലുള്ള സംഗീതത്തോടൊപ്പം കുട്ടികൾക്ക് കഞ്ചാവ് നിറച്ച സിഗരറ്റുകൾ നൽകിയിരുന്നു. പ്രധാന പ്രതിയായ ഫർഹാനും പലപ്പോഴും പെൺകുട്ടികളെ ഈ രണ്ടുപേരുടെയും മുറിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അബ്രാനും നബീലും കോളേജിൽ ഫർഹാന്റെ ജൂനിയർമാരായിരുന്നു. ഫർഹാന്റെ അറസ്റ്റിന് ശേഷം അബ്രാനും നബീലും ഒളിവിലാണ്. കഴിഞ്ഞ 5 ദിവസമായി പശ്ചിമ ബംഗാളിലും ബീഹാറിലും 2 പോലീസ് സംഘങ്ങൾ ഇവർക്കായി തിരച്ചിൽ നടത്തി വരികയാണ്. പ്രതികളുടെ 10-ലധികം ഒളിത്താവളങ്ങൾ റെയ്ഡ് ചെയ്തു. 1 ഡസനിലധികം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അബ്രാനും നബീലും നിരന്തരം സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അബ്രാറിന്റെ അവസാന സ്ഥലം മുർഷിദാബാദിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. എന്നിരുന്നാലും ഇയാൾ ബീഹാറിൽ നിന്നുള്ള ആളാണ്. ബുധനാഴ്ച, അതായത് 2025 ഏപ്രിൽ 30 പോലീസ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫർഹാനെ കോടതിയിൽ ഹാജരാക്കി. നേരത്തെ 2025 ഏപ്രിൽ 13 ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇപ്പോൾ അശോക ഗാർഡൻ പോലീസ് പ്രതിയെ 5 ദിവസത്തെ റിമാൻഡിൽ വാങ്ങും. ഭോപ്പാലിലെ ക്ലബ് 90 എന്ന റെസ്റ്റോറന്റിലേക്കാണ് ഫർഹാൻ ഹിന്ദു പെൺകുട്ടികളെ കൊണ്ടുവന്നിരുന്നത്. ക്ലബ് 90 റെസ്റ്റോറന്റ് നടത്തിപ്പുകാരനും ഹിന്ദു പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നതിൽ പങ്കാളിയാണ്. സ്വകാര്യതയുടെ പേരിൽ റെസ്റ്റോറന്റ് നടത്തിപ്പുകാരൻ മണിക്കൂറുകളോളം ഇരിക്കാൻ ക്യാബിനുകൾ നൽകിയിരുന്നു. കഞ്ചാവ് നൽകുകയും ചെയ്തിരുന്നു. പോലീസ് റെസ്റ്റോറന്റ് സീൽ ചെയ്തു. ഇപ്പോൾ കേസിൽ ഓപ്പറേറ്ററെ പ്രതിയാക്കാനും പോലീസ് സാധ്യതയുണ്ട്. കുറ്റാരോപിതനായ സാഹിലിന്റെ ഡാൻസ് അക്കാദമിയാണ് ഈ ചൂഷണ റാക്കറ്റിന്റെ പ്രധാന കേന്ദ്രമെന്ന് SIT അന്വേഷണത്തിൽ വ്യക്തമായി. 30 പെൺകുട്ടികൾ നൃത്തം പഠിച്ചതിന്റെ രേഖകൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. എല്ലാ പെൺകുട്ടികളും ഹിന്ദുക്കളാണ്. സാഹിൽ ഇവന്റ് മാനേജ്മെന്റും ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ പല വലിയ പരിപാടികൾക്കും അയാൾ പെൺകുട്ടികളെ അയച്ചിരുന്നു. ഭോപ്പാലിൽ ലവ് ജിഹാദ് സംഘം പുറത്തുവന്ന സാഹചര്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി മോഹൻ യാദവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ വാരണാസിയിലെ ദശാശ്വമേധ് ഘട്ടിൽ ഗംഗ ആരതി നടത്തുന്നതിനിടെ റഹാൻ എന്ന യുവാവ് ഒരു പെൺകുട്ടിയെ അനുചിതമായി സ്പർശിച്ചു. തുടർന്ന് ഭക്തർ ഇയാളെ മർദ്ദിച്ചു. താൻ മുസ്ലിം ആയത് കാരണമാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഇയാൾ വാദിച്ചു. ആക്രമണത്തിന് മുമ്പ് തന്റെ പേര് ചോദിച്ചിരുന്നുവെന്നും ഇയാൾ അവകാശപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്നിരുന്നാലും CCTV തെളിവുകൾ പരിശോധിച്ച ശേഷം ആ വ്യക്തിയുടെ പ്രവൃത്തികളെ പോലീസ് സംശയത്തോടെ വീക്ഷിച്ചതിനാൽ കേസ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ATSന് കൈമാറി. ATS സംഘം ഘാട്ടിൽ അന്വേഷണം നടത്തി CCTV ദൃശ്യങ്ങൾ പിടിച്ചെടുത്തു. ആശുപത്രിയിൽ വെച്ച് അവർ ഇയാളുമായി സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. റഹാൻ ചൗരാഹത്ത് മേഖലയിൽ നിന്നുള്ള ആളായതിനാൽ ATS ആണ് ഇപ്പോൾ ഇക്കാര്യം അന്വേഷിക്കുന്നത്. കാരണം ഇവിടെ നിന്നും ISI ബന്ധങ്ങളുള്ളവർ നേരത്തെ പിടിയിലായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.